ഗസയിൽ പട്ടിണിക്കൊലയിൽ മരണം 122 24 മണിക്കൂറിനിടെ വിശന്നു മരിച്ചത് 9 പേരാണ്. ഗസയിൽ അടിയന്തര സഹായം വൈകരുതെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചു. ഇതിനെതിരെ അമേരിക്കയും ഇസ്രായേലും രംഗത്ത്. ദോഹയിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും സംഘത്തെ തിരിച്ചു വിളിച്ചെങ്കിലും വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതായി ഖത്തറും ഈജിപ്തും അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുമായി ആണവ ചർച്ച ഇറാൻ പുനരാരംഭിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ്. ഗസയിൽ പട്ടിണി മരണം 122 ആയിരിക്കുകയാണ്. ഈ ഒരു 24 മണിക്കൂർ മാത്രം നോക്കുകയാണെങ്കിൽ 9 പേർ വിശന്നു മരിച്ചു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും നടപടി ഇതിനെതിരായി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാമോ? ലോകരാജ്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അവിടുത്തെ വലിയ തോതിലുള്ള സമ്മർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ യൂറോപ്യൻ നഗരങ്ങളിലും അറബ് രാജ്യങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. കാരണം ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഒരു മാനുഷിക സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട ഒരു ജനത നിരന്തരമായിട്ട് പട്ടിണി മരണത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ, ആധികാരികമായിട്ടുള്ള രേഖകൾ, അതോടൊപ്പം തന്നെ മരണസംഖ്യ കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഭക്ഷ്യവസ്തുക്കളും മറ്റും എല്ലാ ഭാഗങ്ങളിലൂടെയും ഗസയിൽ എത്തിക്കണമെന്നൊരു ആവശ്യം ശക്തമായിട്ട് ഉയരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാനുള്ള ഒരു പ്രേരണ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് മേൽ ഇനിയും ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്, കാരണം ഈ ഹമാസ് ആണ്, അവരുടെ നിലപാടാണ് ഈ ചർച്ചയ്ക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ നിന്ന് അമേരിക്ക പിൻവലിയുകയാണ്. ഹമാസിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ഈ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു സാഹചര്യമില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകും എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഗസയിലെ ഈ ആക്രമണം അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് എല്ലാ അർത്ഥത്തിൽ നിർബാധം ഭക്ഷ്യ ധാന്യങ്ങളും അതോടൊപ്പം തന്നെ മരുന്ന്, വെള്ളം ഉൾപ്പെടെയുള്ളവ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ വേണമെന്നാണ് ഈ രാജ്യങ്ങളൊക്കെയും ആവശ്യപ്പെടുന്നത്. UN ഭാഗത്തുനിന്നും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ UN ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. കാരണം 90,000-ത്തിലധികം ജനങ്ങൾ വളരെ കൊടും പട്ടിണിയുടെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 1/3 ജനതയെ സംബന്ധിച്ചിടത്തോളം നിത്യവും പിന്നിട്ട ദിവസങ്ങളിൽ ഒരു നേരം പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലൂടെ അവർ കഴിയുകയാണ്. അതിൽ കുട്ടികളുടെ അവസ്ഥയാണ് ഏറ്റവും ദയനീയം. ഇപ്പം 122 പേർ മരണപ്പെട്ടതിൽ നല്ലൊരു പങ്കും കുട്ടികൾ തന്നെയാണ്. ആവശ്യമായിട്ടുള്ള പോഷകാഹാരം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇനിയും മരണത്തെ അഭിമുഖീകരിച്ച് ഈ ഗസയുടെ. ഇപ്പോഴും ഈ ഭക്ഷണ വിതരണം അത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഇതുവഴി തന്നെയാണോ ഇപ്പോഴും നടക്കുന്നത്? അവിടെ തീർച്ചയായിട്ടും, കാരണം യുനെർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് പൂർണ്ണമായിട്ടും വിലക്കേർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ യുനെർവയുടെയും അന്തർദേശീയ സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർക്ക്, അതുമായി ബന്ധപ്പെട്ട ജോലിക്കാർക്ക് വിസ നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഇത് കൊണ്ടുവരികയായിരുന്നു. നേരത്തെ അമൃതയുടെ 40ഓളം കേന്ദ്രങ്ങളായിരുന്നു യുനെർവയ്ക്ക് ചുവടെ ഈ ഭക്ഷ്യവിതരണത്തിന് വേണ്ടി വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലും ആയി രൂപപ്പെട്ടിരുന്നത്. അതാണിപ്പോൾ ആദ്യം 4ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2-3 കേന്ദ്രങ്ങൾ മാത്രമാണ് ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ മരണ കേന്ദ്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നത്. അവിടേക്ക് വരുന്നവർക്ക് നേരെയാണിപ്പോൾ വെടിവെപ്പുകൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടക്കുകയും 1200-ലധികം പേരെയാണ്, അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ അവരെ കൊന്നൊടുക്കിയത്. ഇന്ന് മാത്രം 6 പേരെയാണ് ഈ അർത്ഥത്തിൽ ഭക്ഷണം തേടി വന്ന വിശന്ന് മരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് നേരെ വെടിവെപ്പ് നടത്തുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മരണ കേന്ദ്രമായിട്ട് ഈ ഒരു സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അടിയന്തരമായിട്ട് തടയിടണമെന്നും വീണ്ടും യുനെർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് അന്തർദേശീയ സംവിധാനങ്ങളിലേക്ക് ഈ ഭക്ഷ്യവിതരണം കുറ്റമറ്റ രീതിയിൽ മാറ്റണമെന്നൊരു അഭിപ്രായവും ആവശ്യവും അന്തർദേശീയ സമൂഹം ഉയർത്തുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം പോലും ഇനിയും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ
കൃത്യമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നത് ഈ വംശഹത്യ അതിൻ്റെ ക്രൂരമായിട്ടുള്ള അവസ്ഥയിൽ തുടരുക, ഗസയെ പൂർണ്ണമായിട്ടും ഈ പലസ്തീൻ വിമുക്തമാക്കുക, ഗസയിലെ പിന്നെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് പറ്റുമെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാത്രം അതിനെ നിലനിർത്തുക, ബാക്കി എല്ലാ ഗസക്കാരെയും അവിടെ നിന്ന് ആട്ടിയോടിക്കുക, അവരെ കൊന്നൊടുക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വംശീയ ഉന്മൂലന പദ്ധതി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് അമേരിക്കയുടെ പൂർണ്ണ അനുഗ്രഹാശിസുകൾ ഉണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ സമീപകാലത്തുള്ള ട്രംപിന്റെയും അതോടൊപ്പം തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങൾ കൂടി തെളിയിക്കുന്നത്.